അതോടൊപ്പം തന്നെ മക്കൾക്ക് നല്ല യാത്രകൾ ചെയ്തു കൊടുക്കുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിയാറത്തിന്റെ യാത്ര. അപ്പൊ നല്ല മഹാന്മാരെ കുറിച്ചുള്ള പഠനമാകും. ആ പോകുന്ന സമയത്ത് അവരുടെ ചരിത്രങ്ങൾ പറയണം. അപ്പൊ മുത്തുപ്പാറയിലേക്ക് വരികയാണ്. അപ്പൊ വാപ്പ തന്നെ പറയണം, ഇവിടെ മഹാന്റെ കറാമത്തോ അവരുടെ ചരിത്രം പറഞ്ഞു കൊടുക്കണം. മുമ്പൊക്കെ അങ്ങനെയാണ്. ഇന്നിപ്പം വരുമ്പോ നല്ല സിനിമാ പാട്ട് പുളപ്പം പാട്ടൊക്കെ ഇട്ടുണ്ടോ വരുന്നു. എവിടെ വരിക? സിയാറത്തിന് വരിക, റാഹത്തിന് സിയാറത്തിന് പോകും. എന്നിട്ട് നല്ല പാട്ടൊക്കെ ഇട്ടുകൊണ്ട് ഇവിടെ വന്നിട്ട് അത് ഓഫ് ചെയ്തിട്ട് ഇറങ്ങി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ്, പടച്ചവനെ എല്ലാ ഖൈറിലാക്കണേ, എന്റെ മക്കളെ നന്നാക്കണേ. തിരിച്ച് വീണ്ടും കയറിയിട്ട് പാട്ട് ഇട്ടുകൊണ്ട് പോകും. എന്തോ നന്നായി. ഇതിപ്പോ നമ്മൾ സിയാറത്തൊരു കളിതമാശ പോലെ ആയി കാണുക. നേരെ മറിച്ച് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ആ മഹാന്റെ ചരിത്രം അതൊന്നില്ലെങ്കിൽ പറയുകയും മഹത്തുക്കളാകുന്ന മഹാന്മാരുടെ ചരിത്രങ്ങൾ പറഞ്ഞിട്ടുള്ളതാകുന്ന എത്രയോ സംഭവങ്ങളുണ്ട്. അത് ഇട്ടുകൊണ്ട് വേണം ആ മക്കാമിലേക്ക് പോകാൻ. അപ്പൊ അതിന്റെ ബറക്കത്തും അവിടെ എത്തുമ്പോൾ ആ മഹാനൊരു നിസാരക്കാരനല്ല എന്നുള്ള കാഴ്ചപ്പാടും കുടുംബത്തിനുണ്ടാവും, മക്കളിലുണ്ടാവും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതൊക്കെ നിസാരമല്ല ഞാൻ ഈ പറയുന്നത്. എങ്കിലും അവിടെ കിടക്കുന്ന മഹാനോട് ആ ഭവ്യതയോടുകൂടി ദുആ ഇരക്കുമ്പോൾ അതിന്റെ ഒരു ബറക്കത്ത് നമുക്ക് കിട്ടും. ഉറപ്പാണത്. അവരുടെ ഒരു മദദ് നമുക്ക് കയ്യിൽ കിട്ടും. നമ്മുടെ മക്കൾ നന്നാവും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ട് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവൻ ലക്കും ഫഹ്ദറൂഹും വഇൻ تعفوا وتصفحوا وتغفروا فإن الله غفور رحيم. അല്ലയോ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ഇന്ന മിൻ അസ്വാജികും വഔലാദികും, നിങ്ങളുടെ ചില ഇണകളിലും ചില ഭാര്യമാരിലും നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളിൽ ചിലരും അദുവല്ലക്കും, നിങ്ങളുടെ ശത്രുക്കളാകുമേ എന്ന് പരിശുദ്ധമായ ഖുർആൻ. ഈ ദുനിയാവിൽ മാത്രമല്ല, നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ കത്തിച്ചൊലിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തി കത്തിയാളുന്ന നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് വിചാരണ ചെയ്യുന്ന ഘട്ടം വരുമ്പോ ഈ മാതാപിതാക്കൾ എനിക്ക് ഖുർആൻ പറഞ്ഞു തന്നിട്ടില്ല, ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല, ദിക്റിന്റെ സദസ്സിലേക്ക് കൊണ്ടുപോയിട്ടില്ല, ആത്മീയമാകുന്ന ഊർജ്ജം നൽകാത്തതായ മാതാപിതാക്കളാണ്. അതുകൊണ്ട് ഈ രക്ഷിതാക്കള് നാളെ കത്തിച്ചൊലിക്കുന്നതാകുന്ന നരകം കാണിച്ചിട്ട് മക്കൾ വിളിച്ചു പറയും അത്രേ, റബ്ബനാ ആതിഹിം ലൈഫൈനി മിനൽ അദാബ്, അല്ലാഹുവേ ഇവർക്ക് നീ അധിക ശിക്ഷ നീ കൊടുക്കണേ അല്ലാ, ഇരട്ടി ശിക്ഷ ഈ കൂട്ടർക്ക് നീ കൊടുക്കണേ നാഥാ എന്ന് നാളെ മക്കൾ മാതാപിതാക്കളെ ചൂണ്ടിക്കൊണ്ട് പറയുമെന്ന് വിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് മക്കൾ നിങ്ങളുടെ ശത്രുക്കളാകുമെന്നുള്ള കാര്യം നിങ്ങൾ ഗൗരവത്തിൽ മനസ്സിലാക്കണേ. അവർക്ക് ആത്മീയമാകുന്ന വിദ്യാഭ്യാസം കൊടുക്കാതെ പോകരുതേ, പോകരുതേ. മക്കൾ ഈ ദുനിയാവിൽ രാസലഹരികളുടെ അടിമകളാകാം. മാരകമാകുന്ന MDMA-യും LSD-യും അടക്കമുള്ള ലഹരി ഉൽപ്പന്നങ്ങളുമായിട്ടുള്ള ബന്ധം നയിക്കുന്നവരാകാം. അത്തരത്തിലുള്ള മക്കളെ നിങ്ങൾ അകറ്റി നിർത്തരുതേ. അവരെ ചേർത്ത് നിർത്തിക്കൊണ്ടവർക്ക് മാപ്പ് ചെയ്തു കൊടുത്ത് അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തെറ്റുകുറ്റങ്ങളെ പറ്റിയുള്ള ബോധം മക്കൾക്ക് കൊടുക്കൽ അനിവാര്യമാണ്. നേരില്ലാ തെറ്റിലേക്ക് പോകാതിരിക്കാൻ അവരെ കൊണ്ട് പടച്ചറപ്പിലേക്ക് തൗബ ചെയ്യിച്ചുകൊണ്ട് നിലകൊള്ളണേ. അവരോട് ക്ഷമിക്കുകയും സഹിക്കുകയും പുറത്തു കൊടുക്കുകയും മാപ്പ് ചെയ്യുകയും ഇനി മേലിൽ അത്തരത്തിലുള്ള തെറ്റ് ആവർത്തിക്കരുതെന്ന് പറഞ്ഞ് അവർക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുത്ത് അവരെ നന്നാക്കി എടുക്കുകയും ചെയ്യണേ. അല്ലാഹുവാണ് ഖുർആനിലൂടെ പറയുന്നത്, പിഴച്ചു പോയതാകുന്ന മക്കൾ, കള്ളിനടിമപ്പെട്ടതാകുന്ന മക്കൾ, രാസലഹരികൾക്ക് അടിമപ്പെട്ടതാകുന്ന മക്കൾ അവരിനി ഒരിക്കലും നന്നാവില്ല എന്ന് പറഞ്ഞ് അവരെ പുറന്തള്ളല്ലേ, വീടിന്റെ പുറത്ത് വെച്ചുകൊണ്ട് അടയ്ക്കരുതേ. അവരെ ചേർത്ത് നിർത്തുകയും അവരെ ആര് എന്തൊക്കെ പറഞ്ഞാലും അവർ നന്നാകുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിൽ അവരെ നല്ല രീതിയിൽ അവരോട് പെരുമാറുകയും ചെയ്യണേ. അവർക്ക് തൗബയുടെ വാതാനങ്ങൾ തുറക്കാൻ ഹേതുവാകുമെന്ന് പരിശുദ്ധമായ ഖുർആൻ.
പിഴച്ചുപോയി, വലിയ തെറ്റായിരുന്നത് പൊക്കോടാ എന്ന് പറഞ്ഞ അവനെ പാടെ ഒഴിവാക്കാൻ തീം പറയുന്നില്ല. അള്ളാഹു മാപ്പ് ചെയ്യും. മക്കളാണ്, മക്കള് പിഴയ്ക്കാൻ കാരണം ഒരു പരിധിവരെ മാതാപിതാക്കളാണ്. അതെന്താ, നമ്മൾ കൂടെ പോയിരുന്ന് കള്ളുടിക്കണമെന്നൊന്നുമില്ല. അതിന്റെ വഴികൾ തുറന്നു കൊടുത്താൽ മതി, അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താൽ മതി. കൂട്ടുകെട്ടുകളെ ശ്രദ്ധിക്കാതിരുന്നാൽ തന്നെ വലിയ പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് അതിനുള്ള സംവിധാനങ്ങൾ വളരെ വലുതാണ്. ഓൺലൈൻ സംവിധാനങ്ങൾ വിശാലമായിരിക്കുന്നു, വിദ്യാഭ്യാസത്തിന്റെ മേഖലകൾ വിശാലമായിരിക്കുന്നു. എവിടെയും ഏത് സമയത്തും ചുവടുകൾ പിടിച്ചു പോകാം. അതുകൊണ്ട് മക്കളെ എപ്പോഴും ശ്രദ്ധിക്കണം. അതാണ് ഖുർആൻ പറഞ്ഞത്. ഖുർആൻ പറഞ്ഞതാണല്ലോ, നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ ശത്രുക്കളാകാം, അവരെ നിങ്ങൾ ജാഗ്രതയോടുകൂടി പരിപൂർണമായി ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് നിലകൊള്ളണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. അവരെ നല്ലതുപോലെ ശ്രദ്ധിക്കണം. കഴിഞ്ഞ വർഷം ഏത് ക്ലാസ്സിലാണ് പഠിച്ചതെന്ന് ചോദിച്ചാൽ പോലും പാപ്പാക്കും ഉമ്മാക്കും അറിയില്ല. ഏത് ഡിവിഷനാണ്, ആരാണ് അവന്റെ ക്ലാസ് ടീച്ചർ, ആരാണ് അവന്റെ എച്ച്എം ആരായിരുന്നു, എത്ര മണിക്കായിരുന്നു ക്ലാസ് തുടങ്ങിയിരുന്നത്, എത്ര മണിക്കാണ് ക്ലാസ് അവസാനിച്ചിരുന്നത്, അവന്റെ പീരീഡ് ഒക്കെ ഏതൊക്കെയായിരുന്നു. ഇന്നത്തെ രക്ഷിതാക്കളൊന്നും ശ്രദ്ധിക്കുന്നില്ല. പാപ്പ സ്കൂളിലേക്ക് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഉമ്മ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. വേണേ ഇടയ്ക്കിടയ്ക്ക് പോയിക്കോണം, അന്വേഷിച്ചോണം, എനിക്കൊന്നും സമയമില്ല. നിനക്ക് പിന്നെ എന്താ സമയം, നിനക്ക് പിന്നെ എന്താ പരിപാടി? നമ്മൾ വലിയ ഹോജായിട്ട് നടക്കാൻ, ഒന്നിനും മൈൻഡ് ചെയ്യൂല. കുറച്ചിങ്ങനെ കാശ് കൊടുത്താൽ മതി, ബാക്കിയൊക്കെ ഇവിടെ കാര്യം നടന്നോളൂ. അങ്ങനെയല്ല, മക്കളോടൊപ്പം ചേർന്ന് നിൽക്കണം. അല്ലാഹു പറയുന്നു, മക്കളെ പിഴച്ചു പോയിട്ട് പിന്നെ നിനക്ക് സമയം ഉണ്ടായിട്ട് കാര്യമില്ല. മക്കള് കള്ളിനടിമപ്പെട്ടു, ലഹരിക്ക് അടിമപ്പെട്ടു, നാട്ടിൽ ഏറ്റവും വലിയ കഞ്ചാവ് വേട്ട പിടിക്കപ്പെട്ടപ്പോ നിന്റെ മകൻ ഒന്നാം പ്രതി. അപ്പോ പിന്നെ പള്ളിയിലേക്ക് വരാൻ തുടങ്ങി, ഉസ്താദുമാരോട് പറയാൻ തുടങ്ങി, സ്കൂളിൽ പോയി അന്വേഷിക്കാൻ തുടങ്ങി. അപ്പൊ എച്ച്എമാരാന്നറിയുന്നു, ക്ലാസ് ടീച്ചർ ആരാന്നറിയുന്നു, സ്കൂൾ എത്ര മണിക്കാണ് തുടങ്ങുന്നറിയുന്നു, എത്ര മണിക്കാണ് വിടുന്നറിയുന്നു, ഏതൊക്കെ ട്യൂഷൻ ക്ലാസ് എന്നറിയുന്നു, എന്തൊക്കെ അവൻ പഠിക്കാൻ പോയിരുന്നറിയുന്നു. അതൊന്നും കാര്യമില്ല. ഇതൊക്കെ തുടക്കത്തിലെ ശ്രദ്ധിക്കണം. അതാണ് ഖുർആൻ പറഞ്ഞത്. എന്താ കാരണം? സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. ഈ ലോകത്തേക്ക് പ്രസവിക്കപ്പെടുന്നതാകുന്ന എല്ലാ കുട്ടികളും ശുദ്ധ പ്രകൃതത്തിന്മേലാണ് ഈ ലോകത്തേക്ക് കടന്നു വരുന്നത്. ഒരു ഉമ്മ പ്രസവിച്ചതാകുന്ന കുഞ്ഞിനെ പോലെ പാപ സുരക്ഷിതത്വം കുട്ടിയതാകുന്ന കുട്ടിയാണത്. ആ കുട്ടിക്കൊരു തെറ്റുമില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫഅബവാഹു യുഹവിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. ഈ കുട്ടിയുടെ മാതാപിതാക്കളാണ് തെറ്റിലേക്ക് വഴിതെളിച്ചു വിടുന്നത്. ഈ കുട്ടി ജൂതനാകാൻ കാരണം, ഈ കുട്ടി നസ്രാനിയാകാൻ കാരണം, ഈ കുട്ടി യഹൂദിയാകാൻ കാരണം, ഇവൻ തെറ്റിലേക്ക് പോകാൻ കാരണം മാതാപിതാക്കളാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി പറയാണ്. എന്താ കാരണം? വാപ്പായും ഉമ്മായും വളരെ ശ്രദ്ധ പുലർത്താത്തതിന്റെ പ്രശ്നം കാരണമാണ് ഈ കുട്ടി തെറ്റിലേക്ക് പോയത്. കുട്ടി ജനിച്ചു വീണപ്പോ ഒരു തെറ്റില്ലായിരുന്നു. ഈ കുട്ടി ഒരു 15 വയസ്സും കൂടെ കഴിഞ്ഞപ്പോ അവൻ സിഗരറ്റ് വലിക്കാൻ തുടങ്ങി. ഈ സിഗരറ്റുമായിട്ട് നിലകൊള്ളുന്നു. നമ്മുടെ നാടുകളിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾക്കിടയിൽ വരികയാണ്. 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഒക്കെ കുടിക്കുന്ന കുട്ടികൾ ഇലക്ട്രിക് സിഗരറ്റുകൾ ഉപയോഗിക്കുന്നു. നമ്മുടെ ഗവൺമെന്റ് നിരോധിച്ചതാകുന്ന സാധനമാണ്. ഇതെവിടെ കുട്ടികളുടെ കയ്യിൽ എങ്ങനെ വന്നു? ഇലക്ട്രിക് സിഗരറ്റുകൾ. ഈ സിഗരറ്റുകൾ സുലഭമായി കുട്ടികളുടെ കയ്യിൽ ആര് കൊണ്ടുവന്ന് കൊടുക്കുന്നു? MDMAയും LSDയും അടക്കമുള്ള മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങളുടെ കച്ചവടക്കാരായി, കാരിയറാളായി നമ്മുടെ മക്കൾ മാറുന്നു. 10ാം ക്ലാസ്സിലും പ്ലസ് 2 ഒക്കെ പഠിക്കുന്ന മക്കൾ മാറുകയാണ്. ഇതിലേക്ക് ആരാണ് ഇവരെ വഴിതിരിച്ചു വിടുന്നത്? ഇതിനുള്ള സൗകര്യങ്ങൾ കൊടുത്തതാര്? അപ്പൊ കുട്ടികളെ കൃത്യമായി നിരീക്ഷിക്കണം. മുമ്പുള്ള ശൈലിയിലേക്ക് നമ്മൾ വരണം. മഗ്‌രിബായാൽ പിന്നെ പുറത്തിറക്കുന്ന ഒരു ശൈലിയാകാൻ പാടില്ല. പള്ളിയിൽ പോയാൽ അതിനുള്ള സമയം കറക്റ്റ് കൊടുക്കുക. നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ വീട്. അങ്ങനെയല്ല. വൈകുന്നേരം ഇറങ്ങിപ്പോകുന്ന മകന് പിന്നെ രാത്രി 2 മണിയായിട്ടും വന്നാലും വന്നില്ലേലും ഉമ്മാക്ക് ഒരു കുഴപ്പമില്ല. വേണേ അവൻ വിളിച്ചു പറഞ്ഞാൽ ഞാൻ ഇന്ന് അങ്ങോട്ട് വരൂല, ഇന്ന് ഇന്നവന്റെ കൂടെയാണ്, ഏതെങ്കിലും ഒരു കൂട്ടുകാരന്റെ പേര് പറഞ്ഞാൽ ഉമ്മാക്ക് സമാധാനം. അവിടെ ഉണ്ടോ? ഓക്കെ. മോനെ വൈകിട്ട് കുഴിമന്തി വേണ്ട, ഞാൻ ഇവിടുന്ന് കുഴിപൊറോട്ട അടിച്ചോളാം. ഉമ്മാക്ക് അതറിഞ്ഞാൽ മതി. മഗ്‌രിബ് നിസ്കരിച്ചോന്നോ ഇശാ നിസ്കരിച്ചോന്നോ ഒന്നും അറിയണ്ട. പൊന്നുമോന് വല്ലതും കഴിച്ചോന്ന് അറിഞ്ഞാൽ മതി. ഇതാണ് പുതിയ തലമുറ. അല്ലാഹു നമ്മുടെ തലമുറയെ നന്നാക്കുമാറാവട്ടെ.